നമുക്ക് ആ ബൈത്തങ്ങ് ചൊല്ലി ആ കൂട്ടത്തിൽ അങ്ങ് പറയുമ്പോൾ വരികൾ പിന്നിടുകയും ചെയ്യും, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഖുലുഖ്, സ്വഭാവത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയേ നിങ്ങൾ മഹത്തായ സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. അതിലൊക്കെ എത്ര കണ്ട് ഒരുപാട് തൗഹീദുകൾ, ഒരുപാട് ശക്തിവചനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരൊറ്റ ചെറിയ കലിമത്താണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിന്. എന്നിട്ട് നബിയെ നിങ്ങൾ ശക്തമായ അപാരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. വലൗ കുന്ത ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫളൻ ഗലീബൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, 3-ാം അധ്യായത്തിൽ 159-ാം വചനം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട്, അല്ലാഹ് നൽകിയ അനുഗ്രഹം കൊണ്ട്, ലിൻതലഹും നബിയെ നിങ്ങൾ അവരോട് ലോലമനസ്കനായി, ലിൻതലഹും നിങ്ങൾ അവരോട് ലോലമനസ്കനായി നബിയെ. എന്തൊരു മയത്തോടുകൂടിയാ നിങ്ങൾ അവരോട് പെരുമാറുന്നത്. ആരോട്? നിങ്ങളുടെ പ്രബോധിതരോട്. ഇത്ര ഭംഗിയായിട്ടാ നിങ്ങൾ പെരുമാറുന്നത്. വലൗ കുന്ത ഫളൻ ഗലീബൽ ഖൽബ്, നിങ്ങൾ ഗൗരവ പ്രകൃതിക്കാരനായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലം ഫദ്ദൂ മിൻ ഹൗലിക്, നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ സഖാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് കൂട്ടം കൂട്ടമായി പിരിഞ്ഞു പോകുമായിരുന്നു. ഒറ്റ കുട്ടികളും നിങ്ങളുടെ പിന്നാലെ നിൽക്കൂല. നിങ്ങളുടെ സ്വഭാവ ഗുണമാണ് നിങ്ങളുടെ പിന്നിൽ ഉറപ്പിച്ചു നിർത്തുന്ന മറ്റൊരു രഹസ്യം. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങൾ ഇത്ര വലിയ റഹീമായി പോയത്, ഇത്ര വലിയ കരുണയും സ്നേഹവും നിങ്ങൾക്കുണ്ടായിപ്പോയത്, നിങ്ങളുടെ സ്വഭാവം ഇത്രത്തോളം നന്നായി പോയത് അല്ലാഹു അനുഗ്രഹിച്ചിട്ടാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ എങ്ങനെയാ ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക? ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. എത്രയോ നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിന്റെ ഉഷാറ് കേൾക്കണമെങ്കിൽ ഒരൊറ്റ സംഭവം പറയാൻ. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ഈ ദിഹിയത്തുൽ കൽബി ആരായിരുന്നു എന്നറിയോ? ആദ്യഘട്ടത്തിൽ പിടുത്തം വിട്ടൊരു പോക്കിരിയായിരുന്നു ദിഹിയത്തുൽ കൽബി. വകാന തഹ്തഹു 700. ഇയാളുടെ കീഴില് 700ഓളം ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. 700ഓളം ഗുണ്ടാ സംഘമുള്ള ഒരാളായിരുന്നു ദിഹിയത്തുൽ കൽബി റളിയല്ലാഹുവിന്റെ ജല്ലല്ലേ. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വലിയ മനുഷ്യനായി. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ചെല്ലാത്തത്. ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ചെല്ലും. ഇദ്ദേഹം വളരെ മോശക്കാരനായിരുന്നു. മുശ്രിക്കുകൾക്ക് പോലും ഇദ്ദേഹത്തെ കുറിച്ചൊരു അഭിപ്രായമില്ലായിരുന്നു. ആരാ ദിഹിയത്തുൽ കൽബി? സാധുമാർക്കൊക്കെ അറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം നബിന്റെ അടുത്ത് വരാറുണ്ടായിരുന്നത് ദിഹിയത്തുൽ കൽബിന്റെ രൂപത്തിലാണ്. പിന്നെ അങ്ങനെയായി മാറി. ദിഹിയത്തുൽ കൽബിയുടെ മനുഷ്യകോലത്തിൽ ജിബ്രീൽ നബിനെ സമീപിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നത് ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ് ആ ഹദീസിലുള്ള. അത്രയും സുന്ദരനായിരുന്നു ഈ ദിഹിയത്തുൽ കൽബി. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? 700ഓളം ഗുണ്ടാ സംഘം. അതിന്റെ തലവനായിരുന്നു ഈ ദിഹിയ. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ ഇവരെ ദിഹിയ ഒരു വഴിക്കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ, ഒരു വഴിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരുന്നു അതിന്റെ പ്രൗഢി! വല്ലാത്ത ഇസ്സത്തായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും ഇവരെ കാണുമ്പോഴേക്ക് പേടിച്ച് വിറക്കുകയാണ്. എന്നല്ല, ദിഹിയ തന്റെ ചെറുവിരലനക്കി ഒരു കാര്യം പറഞ്ഞാൽ 700ഓളം ആളുകൾ പിന്നിലുള്ളവർ അത് അനുവർത്തിക്കാൻ തയ്യാറാണ്. ഈ ഒരു ഇസ്സത്ത് ഇങ്ങനെ കണ്ടപ്പോ ഇതൊരു വേണ്ടാത്ത ഈ ശക്തി ഇവർ ദുരുപയോഗം ചെയ്യാണല്ലോ, ഇതൊരു വേണ്ടാത്ത ഇസ്സത്തായിപ്പോയി. ഇങ്ങനെയല്ല അത് വേണ്ടിയിരുന്നത്. ഇത് ഒരു നല്ല രൂപത്തിൽ ഇയാളൊരു മുസ്ലിമായി, ഇയാൾ പറഞ്ഞിടത്തൊക്കെ നിൽക്കുന്ന കുറെ ആളുകളും, അപ്പൊ ഇയാൾ ഇങ്ങോട്ട് മുസ്ലിമായാൽ ഇയാളുടെ പിന്നിലുള്ളവരൊക്കെ മുസ്ലിമാകും. അങ്ങനെ ഈ 701 പേര് 700 ആളും ഒരു നേതാവും. ഇത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഈ ഇസ്സത്തൊക്കെ ഇസ്ലാമിന് ഉപകാരപ്പെടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഇയാളുടെ ഈ വേണ്ടാത്ത നമുക്ക് ഒഴിവാക്കി നെറികേടുകളൊക്കെ അവസാനിപ്പിച്ച് ഇന്ന് ഇയാൾ ചെയ്യുന്നത് കൊലയും കൊള്ളയുമാണ്. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് അപ്പൊ അദ്ദേഹം ഒരു കച്ചവട സംഘം കാണുന്നു. ദിഹിയക്കും കൂട്ടർക്കും തോന്നുകയാണ് അവരെ പിടിക്കണം. പിടിക്കന്നെ മുഴുവൻ കൊന്നറുത്തിട്ട് അവരുടെ കയ്യിൽ ലോക്കെടുക്കും.
ഒരു വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഒരു വീട്ടിൽ കണ്ടാൽ ദിഹിയന്റെ ചരിത്രം പറയുന്നിടത്ത് അത് പറയുന്നു. ആ വീട്ടിലേക്കാട് കയറി ചെല്ലുമത്രേ. ഈ സുന്ദരിയായ പെൺകുട്ടിയെ ഒന്ന് നോക്കും. മനസ്സിന് ബോധിച്ചെങ്കിൽ ഉമ്മാനി വാപ്പാനി ആങ്ങളാരിയൊക്കെ വിളിച്ചിട്ട് പറയും, ഇവൾ എന്റെ ഭാര്യയാട്ടോ, ഇനി ഒരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ ഇയാളുടെ പോക്കിരുത്തരം. പിന്നെ ഇയാൾ സ്ഥിരം അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കയ്യൂക്കുള്ള ആങ്ങളമാർക്ക് ആർക്കെങ്കിലും ഒന്ന് പ്രതിരോധിക്കാൻ പറ്റുമോ? പ്രതിരോധിച്ചാൽ അവരുടെ ഒരു തരി പോലും കാണാനുണ്ടാവില്ല. തന്റെ പിന്നാലെ അത്രയും ആളുകളുണ്ട്. ഇതായിരുന്നു ദിഹിയയുടെ ആദ്യകാല ജീവിതം. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ട് തന്നെ ദിഹിയക്ക് 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു. കാരണം നിയമങ്ങളില്ലല്ലോ, വിലക്കുകളില്ലല്ലോ, ജീവിക്കാൻ തോന്നിയതുപോലെ മൃഗത്തെ പോലെ ജീവിക്കുന്ന ഒരു കാലം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ഇത് കണ്ടപ്പോ ആത്മാർത്ഥമായി ദുആയിരുന്നു, റബ്ബേ ഈ ദിഹിയ ഇക്കോലത്തിൽ പോക്കിരിത്തരം കാട്ടി നടന്ന് നാളെ മരിച്ചു പോകണ്ടേ, ഈ ദിഹിയയെ അല്ലാഹുമ്മ റുസുഖ് ദിഹിയത്തുൽ ഖൽബിൽ ഇസ്ലാം, പടച്ചവനെ ഈ ദിഹിയത്തുൽ കൽബിക്ക് നീ മുസ്ലിമാകാനുള്ള ഭാഗ്യം കൊടുക്കല്ലാ എന്ന് ഹബീബ് ദുആ ചെയ്തു. ഹബീബിന്റെ ദുആ ഉണ്ടോ തട്ടാൻ പോകുന്നു? ദുആരെന്നാൽ ദുആ ഉറപ്പല്ലേ. രണ്ടാലൊരു ഉമറിനെ നന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് നന്നായി. നബി പറഞ്ഞത് അബൂലഹലിനെ നന്നാക്കണമെന്നായിരുന്നെങ്കിൽ അത് നന്നാവുമായിരുന്നു. പക്ഷേ നബി അങ്ങനെയല്ല പറഞ്ഞു, രണ്ടാലൊരു ഉമറിനെ നന്നാക്കണേ. രണ്ടാലൊരു ഉമർ നന്നായി. അതേ രൂപത്തിൽ ഇവിടെ ദിഹിയത്തുൽ കൽബിയെ നന്നാക്കണേ എന്ന് വ്യക്തമായി അങ്ങ് പറഞ്ഞപ്പോ ദിഹിയത്തുൽ കൽബിയുടെ മനസ്സിലതാ ഒരു ചെറിയ മാറ്റത്തിന്റെ തിരി തിളങ്ങുന്നു. ദിഹിയക്ക് ചെറിയ ഒരു മാനസാന്തരം അനുഭവപ്പെട്ടു. ഇൻഷാ അല്ലാഹ് സംഭവം പറയാനാണ്. അതിന്റെ ഇടയിൽ ബക്കറ്റ് നിങ്ങളുടെ അടുത്ത് കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. സംഭവത്തിൽ നിന്ന് പോകാതെ, ഇമാം ബൂസീരിയുടെ വരികളിൽ നിന്ന് വ്യതിചലിക്കാതെ ബക്കറ്റിൽ കാര്യമായിട്ട് എന്ത് ഇടുകയും ചെയ്യുക. കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇതിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സംരക്ഷിക്കലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മധുഹും സ്നേഹവും ഒക്കെ കൂട്ടിയെടുക്കുക, വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ടവരുടെ ലക്ഷ്യം. അതിലെല്ലാം ഉപരി നാം എപ്പോഴും ഓർക്കേണ്ടത് 1 കോടി സ്വലാത്ത്, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക എന്നൊരു വലിയ പരിപാടിയാണ് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. കൂട്ടമായല്ലോ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി എല്ലാവരും ഈ സദസ്സ് കേട്ട് എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സദസ്സിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. നമുക്ക് സ്വലാത്ത് ചെല്ലാനുള്ള ഒരു നിമിത്തമാണ്. അപ്പൊ നമ്മളും ചൊല്ലല്ലോ. ആ കൂട്ടത്തിൽ അവിടെ കൂട്ടി ദ്വാരക്കുമ്പോൾ എനിക്കും കൂടി കിട്ടിയാൽ 1 കോടി സ്വലാത്ത് ദ്വാര ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ഒരു 60,000 സ്വലാത്ത്, എൻ്റെ ഒരു 50,000 സ്വലാത്ത്, എൻ്റെ ഒരു 5,000 സ്വലാത്ത് ഉണ്ടെങ്കിൽ ഞാനും കൂടി അതിലൊരു മെമ്പറാണെന്ന് ധൈര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാലോ. അപ്പൊ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ലിസ്റ്റ് നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഏൽപ്പിക്കുകയാണ്. ഏതായാലും ഒരു നല്ല പരിപാടിക്ക് ഇത്തരം മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു, പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും തന്റെ നേതൃത്വവും അല്ലാഹു തആല ദായിമായി നിലനിർത്തട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു ഹബീബിനോടൊപ്പം അവരെയും നമ്മയുമൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ദിഹിയത്തുൽ കൽബിക്ക് മുസ്ലിമാകാനുള്ള ഭാഗ്യം കൊടുക്കല്ലാ എന്ന് ദ്വാരന്നപ്പോ ദിഹിയത്തുൽ കൽബി മുസ്ലിമാകുകയാണ്. എങ്ങനെ? മാനസാന്തരം വന്നു, മനസ്സിനൊരു മാറ്റം. എന്തായാലും ഞാനിപ്പോ ഇവിടെ മുഹമ്മദി എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നിട്ടുണ്ട്. ഞാനൊരുപാട് കാലമായല്ലോ ഈ തോന്നിവാസം കാട്ടിങ്ങനെ നടക്കുന്നു. മുഹമ്മദ് പറയുന്നത് ഞാൻ ഇന്നുവരെ കേട്ടത് എന്റെ ഉമ്മത്ത് പറയും പോലെ, എന്റെ സമൂഹം പറയും പോലെയല്ല, എന്റെ സമുദായം പറയും പോലെയല്ല. മുശ്രിക്കുകൾക്കും ഇവനോട് വെറുപ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കൂട്ടർക്കും എന്തായാലും വെറുപ്പാവുമല്ലോ ഇത്തരം പരിപാടികൾ ചെയ്താൽ. ദീനിന് ഇത് കടകവിരുദ്ധമായ വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത്, ആൾ പറയുന്നതൊക്കെ നല്ല നീതിയുള്ള വാക്കുകളാണ്. വിശ്വാസം അതിലേറെ ക്ലിയർ, ഏകദൈവ വിശ്വാസം, സമത്വസുന്ദരമായ ആശയങ്ങൾ പറയുന്ന മുഹമ്മദ് ആ മനുഷ്യനെ ദൂരെ നിന്ന് എതിർക്കുക എന്നല്ലാതെ ഇന്നുവരെ ഞാൻ അദ്ദേഹത്തോട് അടുത്തു നോക്കിയോ, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചോ, ഒന്ന് പഠിച്ചുകൂടെ, നാളെ എനിക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോകണം, ക്ലാസ്സിൽ പങ്കെടുക്കണം, എന്താണ് പറയുന്നതെന്ന് നോക്കണം എന്നല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം പഠിച്ചിട്ട് അതിനനുസരിച്ച് രണ്ടാലൊരു കാര്യം തീരുമാനിക്കണം. എന്താ സ്വഭാവം? ആളെ കൊള്ളുമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എന്താ ഇപ്പൊ പുതിയ പാർട്ടിയിലാണ്ട് മെമ്പർഷിപ്പ് എടുക്കണം, അല്ലെങ്കിലോ പൂർവോപരി എതിർക്കുകയും വേണം. ഈ തീരുമാനത്തോടുകൂടിയാണ് ദിഹിയ അന്തി ഇറങ്ങുന്നത്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബിന്റെ അടുത്ത് വന്ന്, നബിയെ ദുആ ഫലിച്ചിട്ടുണ്ട്, ദിഹിയത്തുൽ കൽബിക്ക് മാറ്റം തുടങ്ങിയിട്ടുണ്ട്, ദിഹിയ നാളെ നിങ്ങളുടെ സദസ്സ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നു നബിയേ. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്,
നിങ്ങളുടെ സദസ്സിലേക്ക് കയറി വരുമ്പം ഈ നാട്ടിൽ ദിഹിയ എന്ന് പറയുമ്പോഴേക്ക് ആളുകളൊക്കെ മൂക്കുപൊത്തും, അത്രയും നാറുന്നവനാണിവൻ. ഇവൻ കടന്നു വരുന്ന സമയത്ത് ആ ദിഹിയയെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരു പക്ഷേ റെഡിയായിരിക്കും, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതിന് കഴിയണമെന്നില്ല. നബിന്റെ സ്വഭാവം ഇതാണ്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ഉത്ബോധിപ്പിക്കണം. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കണം. ആരും അവൻ വരുമ്പോഴേക്ക് മൂക്ക് പിടിക്കരുത്. ആരും അവൻ കടന്നു വരുമ്പോഴേക്ക് നീരസത്തിന്റെ നോട്ടം നോക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി. നബി തങ്ങൾ തന്റെ സഹാബത്തിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് രാത്രി സഹാബത്തിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബ, നാളെ അതിരാവിലെ എന്റെ ക്ലാസ്സിലേക്ക്, നമ്മുടെ ക്ലാസ്സിലേക്ക് ദിഹിയത്തുൽ കൽബി കടന്നു വരുന്നുണ്ട്. നമ്മെക്കുറിച്ച് പഠിക്കാനാണ്. പറ്റുമെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് എല്ലാവരും ദിഹിയത്തുൽ കൽബിയെ സ്വീകരിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തെ സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഇവരൊന്നടങ്കം ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞു, വേണ്ട നബിയെ, വേണ്ട. ദിഹിയ ഈ സദസ്സിലേക്ക് കടന്നുവരെ പിന്നെ നമ്മൾക്ക് ഇതിന്ന് പുറത്തു പോകാനാ നല്ലത്, അല്ലേ? കാരണം അത്രയും നാറിയ ഒരാളെ ഈ സമുദായത്തിലേക്ക്, ഈ സമൂഹത്തിലേക്ക്, ഈ നമ്മുടെ ഈ പാർട്ടിയിലേക്ക് എന്തിനു കൊണ്ടുവരണം? ഈ നാട്ടിൽ എല്ലാവർക്കും വെറുപ്പുള്ള ദിഹിയ. വേണ്ട നബിയെ, അപ്പഹയനെ ഇങ്ങോട്ട് അടുപ്പിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ ആ പഴയ സ്വഭാവത്തിലല്ല വരിക. നമ്മളേക്ക് ഒരു കടന്നു കഴിഞ്ഞാൽ ആൾ ഉഷാറാകും. അതല്ലേ നമുക്ക് വേണ്ടത്? ഇവർ പറഞ്ഞു, എന്നാലും നബിയെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അയാൾ തന്നെയല്ലേ ആള്, സംഗതി അയാൾ തന്നെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാ ചിലപ്പോൾ നേതാക്കന്മാർ ഒരാൾ തെറ്റുതിരുത്തി കടന്നു വരികയാണെങ്കിൽ തെറ്റുതിരുത്തി കടന്നു വരികയല്ലേ നമ്മൾ സ്വീകരിക്കാന്ന് പറയും. പക്ഷേ നിങ്ങളെപ്പോലെ ആവേശമുള്ള പ്രവർത്തകർ വിടൂല, അത് പറ്റൂല, അയാളെ കടത്താൻ പറ്റൂല എന്ന് പറയും. സംഗതിയൊക്കെ ശരിയാ, തെറ്റുതിരുത്തിയിട്ടുണ്ട്, പക്ഷേ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയും. അത് സ്വാഭാവികമാണ്. അത് ആവേശമാണ് പ്രവർത്തകരുടെ. സഹാബത്ത് ആ ആവേശത്തിൽ തന്നെ നിന്നപ്പോ ഹബീബാണ് ഉറപ്പിച്ചു, ഇനി ഒരു മാർഗവുമില്ല. സുബ്ഹാനല്ലാഹ്, ഒരു മാർഗവും കേട്ടോ. കാരണം ഇവരോട് ഇനി എനിക്ക് പറയാനുള്ള വോയിസ് ഇല്ല, ശബ്ദമില്ല. എങ്ങനെ ഞാൻ ഇവരോട് പറയും? നിങ്ങൾ ദിഹിയയെ സ്വീകരിക്കണം. കാരണം ഇവർ അടിച്ചെതിർക്കുകയാണ്. അതുകൊണ്ട് ഇനി നിർബന്ധപൂർവം പറയണം. ഞാനല്ലേ പറയുന്നത്, പറയുമ്പോഴേക്ക് ഇവർ കേൾക്കും. പക്ഷെ അതൊന്നും വേണ്ട, ഞാൻ അങ്ങ് കൈകാര്യം ചെയ്താൽ മതിയല്ലോ. അള്ള എന്നെ പറ്റി വൈന്നക്കലാരാ ഹുലുക്കിൻ അളീം എന്ന് പറഞ്ഞു. ഞാൻ വിഷയമാണ് കൈകാര്യം ചെയ്താൽ സംഗതി ഭംഗിയാകില്ലേ? റസൂലുള്ള ചിന്തിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് അന്നു രാത്രി നബിതങ്ങൾ എങ്ങനെ ദിഹിയയെ സ്വീകരിക്കുമെന്ന ആ ഒരു ചിന്തയിലാണ് രാത്രി ഉറങ്ങുന്നത്. പിറ്റേന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അതാ കുതിരപ്പുറത്തു നിന്ന് ദിഹിയ ഇറങ്ങുന്നു. ദിഹിയ അതാ കയറി വരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂട്ടുകാരെ, ദിഹിയ വരുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കണം. ഇവര് നേരത്തുള്ള ഇവരുടെ മെന്റാലിറ്റി, മാനസികാവസ്ഥ നമുക്കറിയാലോ. നിബിധങ്ങൾ ഇത് പറഞ്ഞപ്പോഴേക്ക് ഇവരിങ്ങനെ തുറിച്ച് നോക്കാൻ തുടങ്ങി ദിഹിയെ. പടച്ചോനെ ഇത് കണ്ടപ്പോഴേക്ക് റസൂലുള്ളാഹിക്ക് ആകെ വിഷമിച്ചു. ദിഹിയ ഈ ഒരൊറ്റ നോട്ടം കണ്ടാൽ മതിയാവും, തീരുമാനം ഇപ്പം തന്നെ എടുക്കൽ കഴിയും. കാരണം ഇവർ തുറിപ്പിച്ച് നോക്കുക ദിഹിയനെ. എന്തിനാണോ ഈ സഭ വഷളാക്കി ഇങ്ങോട്ട് കയറി വരുന്നത് എന്നുള്ള ആൾക്ക് തുറിച്ചു നോക്കുക. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുന്നത്. കണ്ടോ, ഈ പോരായ്മയൊക്കെ ഞാൻ തീർക്കുമെന്ന നിലക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഓടിയങ്ങ് ചെന്ന്, ഹബീബ് ഉടനെ തന്നെ ഗേറ്റിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. ഓ ദിഹിയ, സഹാബത്തിന്റെ നബിയോടൊന്നും പറയാൻ വയ്യല്ലോ. ദിഹിയ കൈ കൊടുത്തു. ആ ദിഹിയയെ കയ്യും പിടിച്ച് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവരുന്നു. ദിഹിയയെ സ്വീകരിക്കുന്നത് റസൂലുള്ള. പഠിച്ചവനെ, ഈ ലോക നേതാവ് എന്നെ സ്വീകരിക്കുകയോ? ദിഹിയ എങ്ങനെ അന്തം വിടുന്നു? അതും ആര്? ഈ നാട്ടിലെ 700ഓളം വരുന്ന ഗുണ്ടാ സംഘത്തലവനാണ് ഞാൻ. എന്നെയാണല്ലോ ഈ സ്വീകരിക്കുന്നത്. കയ്യും പിടിച്ചു കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്നിടത്ത് അതാ റസൂലുള്ളാന്റെ തോളിലുള്ള ഷാളെടുത്തു. അതിന്റെ തലപ്പൊന്ന് പിടിക്കാൻ സഹാബത്ത് തിക്കും തിരക്കും കൂട്ടുകയാണ്. അതൊരാളുടെ ശരീരത്തിൽ തട്ടിയെങ്കിൽ എന്നാണ് ഇവർക്കുള്ളത്. ആ വിരിപ്പാണ്, ആ ഷാളാണ്. അള്ളാഹുവിന്റെ ഹബീബ് എടുത്ത് തറയിൽ അങ്ങ് വിരിച്ചു. പള്ളിയിലെ തറയിൽ അത് വിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദിഹിയ ഹാഹുന, ദിഹിയ ഹാഹുന. ദിഹിയ, നിങ്ങൾ ഇരിക്കേണ്ടത് തറയിലല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് വിരിച്ചത്. സുബ്ഹാനല്ലാഹ്. ദിഹിയ അല്ലാഹുവിന്റെ റസൂലിന്റെ ഷാള് ഇതാ എടുത്തിട്ട് ആ ഷാളിൽ ചുടുമുത്തങ്ങൾ നൽകിക്കൊണ്ട്, ആ ഷാളിൽ ചുടുമുത്തങ്ങൾ നൽകി മനസ്സിന് പൂതി തീരുവോളം
അതാ മനസ്സിന് ശരിക്കിങ്ങോട്ട് സംതൃപ്തമാകുന്നത് വരെ ആ ഷാളിനെ ചുംബിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിലേക്ക് ഇങ്ങിട്ടിട്ട് റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിച്ചു. ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മദിനബിയേ മദിനബിയേ, ഞാൻ അങ്ങയെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഇനി എനിക്ക് ടെസ്റ്റ് വേണ്ട. നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം വളരെ വലുതാണ്. നിങ്ങൾ വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ് നബിയേ. ഈ സ്വഭാവം മറ്റൊരാൾക്കും ലോകത്ത് കാണാൻ കഴിയില്ല. ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ എന്നെ ഇങ്ങനെ സ്വീകരിക്കുമോ? അള്ളാഹുവിന്റെ റസൂലിനോട് അതാ വീണ്ടും അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അതുകൊണ്ട് ഇനി എനിക്കൊരു ചിന്തയുമില്ല. എനിക്ക് ഒന്ന് മറിച്ചാലോചിക്കേണ്ട, പുനരാലോചിക്കേണ്ട കാര്യമില്ല നബിയേ. അല്ലിംനീ ശറാഇഅൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഡിമാൻഡ് എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ. എന്തൊക്കെയാണ് മുസ്ലിമായ വേണ്ടത് പറഞ്ഞു തരൂ, ഞാൻ അതിനനുസരിച്ച് ജീവിക്കാൻ ഒരുങ്ങാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ശേഷം ബാക്കിയുള്ള ഷർത്തുകളൊക്കെ പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി. ആദ്യം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തപ്പോ ദഹിയ പിന്നെയും റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു. അതേറ്റ് ചൊല്ലിയ ദഹിയ പൊട്ടി കരയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല ദഹിയ, ഇനി എന്തിനാണ് നീ കരയുന്നത്? ലിമ തബ്കി വഅൻത റുസിഖ്തൽ ഇസ്ലാം, നിനക്ക് മുസ്ലിമാകാനുള്ള മഹാഭാഗ്യം ലഭിച്ചിരിക്കെ ഇനി എന്തിനു ദഹിയ നീ ഇങ്ങനെ പൊട്ടിക്കരയണം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ദഹിയ പറഞ്ഞു, നബിയേ, ഞാനൊരു വലിയ തമ്മാടിയാണ് നബിയേ, വലിയ തമ്മാടിയാ. ഞാൻ ചെയ്യാത്ത പേക്കൂത്തുകളൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ എന്ന്. ഒരുപാട് മനുഷ്യരെ ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകളെ ഞാൻ ബലാത്കാരം ചെയ്തിട്ടുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ അതൊന്നുമല്ല എന്റെ ടെൻഷൻ. അങ്ങയുടെ ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കുന്നതോടുകൂടെ അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാം മുമ്പുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പൊളിച്ചെഴുതും. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ തെറ്റും പൊറുക്കുന്നു. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കോ എന്നുള്ള പേടിയാൻ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നിട്ടുണ്ട്, അതല്ല പ്രശ്നം. ഒരുപാട് ആളുകളെ കൊള്ളയടിച്ചിട്ടുണ്ട്, അതല്ല വിഷയം. നബിയെ, സഹോദരിമാരെ ബലാത്കാരം ചെയ്തിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, അതല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നബിയെ, ഖതൽതു 70 മിൻ ബനാതി, നബിയെ 70 പെൺമക്കളെ ഞാൻ എന്റെ കൈകൊണ്ട് കൊന്നിട്ടുണ്ട് നബിയെ. എന്റെ സ്വന്തം മക്കളെ 70 ഞാൻ കൊന്നിട്ടുണ്ട്, എന്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ കൊന്നിട്ടുണ്ട്. ആൺമക്കൾ ഉണ്ടായാൽ, എന്റെ ഭാര്യമാര് പ്രസവിച്ചാൽ ആൺമക്കളെ ഞാൻ നിലനിർത്തും. കാരണം നമ്മളെ പണിക്ക് പറ്റുന്നത് അതേ ഉള്ളൂ. അറബികൾക്ക് ആദ്യ നാണക്കേടാണ് പെൺമക്കൾ. അതോടൊപ്പം ദിഹിയൊക്കെ ഏതായാലും അത് പറ്റൂലല്ലോ, ഇവര് ഗുണ്ടാ സംഘത്തലവനാണ്. 70 പെൺമക്കൾ ഒരു മനുഷ്യനോ അത്ഭുതപ്പെടരുത്. അതിനാ ഞാൻ ആദ്യം അത് പറഞ്ഞത്. ഓരോ വളവിലും തിരുവിലും ഇയാൾക്ക് ഭാര്യമാരായിരുന്നു. അങ്ങനെ ഉണ്ടായപ്പോ എന്താ അത്ഭുതമൊന്നുമില്ലല്ലോ. ചുരുങ്ങിയത് ഒരു 10 ഭാര്യമാരുണ്ടായാൽ 70 കുട്ടികളുണ്ടാകാൻ പ്രയാസമില്ലല്ലോ. എന്നാൽ 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു ഇയാൾക്ക്. അവിടെയാണ് ഒരുപാട് അനൗദ്യോഗിക ഭാര്യമാർ. ഈ ഭാര്യമാരിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് കഥ. അപ്പോ ഈ പെൺമക്കളെ മുഴുവൻ ഞാൻ കൊഴിച്ചുമൂടി നബിയെ. ഈ പാപം പടച്ചറപ്പെന്നോട് പൊറുക്കോ, ഇതാണ് എന്റെ പേടി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ അയാൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തയാളാണ്. പറയാൻ എനിക്ക് സമയമില്ല. ഒക്കെ പരാമർശിക്കേണ്ടതാണ്. നമുക്ക് അത് നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത്, ജീവനോടെ പെൺകുട്ടികളെ കൊന്നുമൂടുന്നത്, കുടിച്ചുമൂടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വെറുത്തിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇത്ര വലിയ പാപാണോ നീ ചെയ്തത്? ഞാൻ എന്താണ് അള്ളാഹു ഈ കാര്യത്തിലൊരു തീരുമാനം തരുന്നത് എന്ന് നോക്കട്ടെ. ദിഹിയ, നിങ്ങൾ മാറി നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ദിഹിയ പൊട്ടിക്കരയുന്നു. നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഇത്ര വലിയ പാപം ചെയ്തത് അല്ലാഹു പുറത്തു വരില്ലേ? ഞാൻ പുറത്തു വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ താമസിച്ചതോടുകൂടെ എനിക്ക് ആകെ ബേജാറാണ് നബിയെ. അല്ലാഹു പുറത്തു വരില്ലേ നബിയെ എന്ന് ചോദിച്ച് വല്ലാതെ വിഷമിച്ച് കരയുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. നബിയെ, അല്ലാഹു നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ 70 മക്കളെ കൊന്നത് പൊറുക്കോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു തീരുമാനം തരുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹു തആല ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഒരൊറ്റ തവണയാ പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തെങ്കിൽ, അല്ലാഹയാൾക്ക് പുറത്തു കൊടുത്തെങ്കിൽ, ജീവിതത്തിൽ ഒരൊറ്റ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തെങ്കിൽ,
എന്ത് കുഫ്റഹു 60 സന വസയ്യിആതിഹി 60 സന, ഏറ്റവും വലിയ അക്രമമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുഫ്റും ശിർക്ക് അത് അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തെങ്കിൽ മറ്റൊരുപാട് തിന്മകൾ എല്ലാം അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെങ്കിൽ, കുഫ്ർ വരെ പുറത്തു കൊടുക്കുമെങ്കിൽ, എങ്ങനെയാണ് അദ്ദേഹം ഈ മക്കളെ കൊന്നത് പുറത്തു കൊടുക്കാതിരിക്കുക? അതിന് അല്ലാഹുവിന് പ്രയാസമില്ല. ചെയ്തത് വളരെ വൃത്തികെട്ട പണിയാണ്, പക്ഷേ കുഫ്ർ പോലും പുറത്തു കൊടുത്ത സ്ഥിതിക്ക് അല്ലാഹു അത് പുറത്തു കൊടുക്കുന്നതിയേ. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദിഹിയനെ സഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, ദിഹിയ, നിങ്ങൾ 70 മക്കളെ കൊണ്ട് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. ദിഹിയ റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന, കുലുങ്ങി കരയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ട സമയത്ത് അതാ പൊട്ടി നബിതങ്ങളും കരയുന്ന. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ റബ്ബി ഇൻ ഗഫർത ലിദിഹിയത ബിഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു മർറതൻ വാഹിദ ഫകൈഫ കുഫ്റഹു 60 സന വസയ്യിആതിഹി 60 സന ഫകൈഫ ലാ തഗ്ഫിറു ലി ഇഖ്വാനി. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട ദിഹിയയും നബിയും കരയുകയാണ്. കരഞ്ഞുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, റബ്ബേ, ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ദിഹിയ ജീവിതത്തിൽ ഒരൊറ്റ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴേക്ക് 60 കൊല്ലത്തെ പാപം നീ പുറത്തു കൊടുത്തെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദിഹിയ മുസ്ലിമായത് 60ാമത്തെ വയസ്സിലാണെന്ന്. 60 കൊല്ലത്തെ പാപം നീ പുറത്തു കൊടുത്തെങ്കിൽ, പഠിച്ചവനെ കുഫ്രിയത്ത് പുറത്തു കൊടുത്തെങ്കിൽ, ഇയാളെ മക്കളെ കൊന്നതടക്കമുള്ള സയ്യാത്തുകൾ മുഴുവനും നീ പുറത്തു കൊടുത്തെങ്കിൽ, എന്റെ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്റെ സഹാബത്തിന് നീ എങ്ങനെ പൊറുക്കാതിരിക്കും റബ്ബേ? ഇവരൊരു ദിവസം തന്നെ ഇതാ കിറാറം മിറാറ പലതവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരല്ലേ, നിസ്കാര ശേഷം പറയുന്നവരാണ്, വിഗ്രഹങ്ങളിൽ ചൊല്ലുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എത്ര തവണയാണ് ചൊല്ലുന്നത്? എന്റെ കൂട്ടുകാർക്ക് നീ എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും എന്ന് ചോദിച്ച് റസൂലുള്ളാഹി കരഞ്ഞപ്പം സദസ്സ് മുഴുവനും പൊട്ടിക്കരഞ്ഞു. അവരൊക്കെ ദിഹിയെ അനുമോദിച്ചു. ആർക്കും ദിഹിയനോട് വിഷമല്ല. കണ്ടോ നിങ്ങൾ, ഒറ്റ കുട്ടിക്കും വിഷമല്ല. കാരണം ഇവരുടെയൊക്കെ പാപമോചനം അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ഉറപ്പാക്കുകയാണ് ദിഹിയയുടെ സംഭവത്തോടുകൂടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരൊക്കെ കൈയടിഞ്ഞെടുത്ത് ആ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിക്കാൻ റസൂലുള്ളാഹി കാണിച്ച മാതൃക കണ്ടോ നിങ്ങൾ? فَكَالنَّبِيِّينَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُوهُ فِي عِلْمٍ وَلَا كَرَمٍ مَوْلَايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمْ. അതുകൊണ്ട് നബിതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു, ആ അമ്പിയാക്കളൊക്കെയും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മുൽതമിസു തേടുന്നവരാണ്, റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നവരാണ്, ആവശ്യപ്പെടുന്നവരാണ്. ഗർഫം മിനൽ ബഹരി, നബിയെ നിങ്ങളുടെ അറിവ് പാരാപാരം പോലെ പരന്നു കിടക്കുന്നതാണ്. ആ ബഹറിൽ നിന്ന് ഒരു കോരൽ വെള്ളം ഞങ്ങൾക്ക് തരുമോ നബിയെ? അപ്പം മറ്റു നബിമാരുടെ മൊത്തം അറിവ് ഹബീബിന്റെ അറിവാകുന്ന ആ സാഗരത്തിലെ ഒരു കോരൽ വെള്ളമാണ്. കണ്ടോ നിങ്ങൾ, മഹാനായ ഇമാം ബൂസീരി പറയുന്നത്, മറ്റുള്ള നബിമാർക്ക് മൊത്തം കിട്ടിയത് മറ്റു നബിമാരുടെ ഹബീബ് അറിവ്, ഓരോ നബിമാരുടെയും അറിവ് നബിതങ്ങളുടെ അറിവാകുന്ന ബഹറിൽ നിന്ന്, കടലിൽ നിന്ന് ഒരു കോരൽ മാത്രമാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു, അവരെല്ലാവരും മറ്റമ്പിയാക്കളെല്ലാവരും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് തേടുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഗർഫം മിനൽ ബഹരി, നബിയുടെ അറിവാകുന്ന സാഗരത്തിൽ നിന്ന് ഒരു കോരൽ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഔ റശ്ഫം മിനദ്ദിയമി, അല്ലെങ്കിൽ പെയ്തിറങ്ങുന്ന ഒരിക്കലും മുറിയാത്ത പേമാരി, അതാണ് ദിയം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീമത്ത് എന്ന് പറഞ്ഞാൽ മുറിയാതെ പെയ്യുന്ന ആ പേമാരി മഴക്കാണ് പറയുന്നത്. പേമാരി കുത്തിച്ചെരിയുന്ന പേമാരിയിൽ നിന്ന് വായു മേലോട്ട് കാട്ടിയിട്ട് ഒരു കവിൾ വെള്ളം കുടിച്ചാൽ, ഒരു കവിൾ വെള്ളം കൊണ്ടാൽ, ആ വെള്ളത്തിൽ വായു പൊളിച്ചു പിടിച്ചാൽ, മടയിലേക്ക് പൊളിച്ചു പിടിച്ചാൽ ഒരു വായു നിറയുവോളം വെള്ളം കിട്ടും. കുറെ നേരം പിടിച്ചാൽ അല്ലേ, അതേ പിടുത്തം മാത്രമേ ഉള്ളൂ.
പേമാരിയിൽ നിന്നൊരു കവിൾ കൊണ്ടതോ അല്ലെങ്കിൽ പാരാവാരമാകുന്ന റസൂലുള്ളാഹിയുടെ അറിവിൽ നിന്നൊരു കോരൽ മാത്രമോ ആണ് മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും കിട്ടിയിരിക്കുന്നത്. കുല്ലുഹും മുൽതമി വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു അർഫം മിനൽ ബഹരി ഔ ഖശ്ഫം മിനദ് യമീ. ഞാൻ ഓരോന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, കാരണം സമയം പോകും. ഇനി ആകെ അരമണിക്കൂറും കൂടിയുള്ളത്. അതുകൊണ്ട് നമ്മൾ ആകെപ്പം 3 വെയ്ത്തായത്, അതുകൊണ്ട് വെയ്ത്ത് കുറച്ച് പിന്നിടട്ടെ. وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. ഇനി ആ പറഞ്ഞ ആശയം അതിലേറെ സുന്ദരമായ ഒന്നുകൂടെ സമർത്ഥിക്കുകയാണ്. ഇമാം ബൂസീരിയുടെ കഴിവ് നോക്കൂ നിങ്ങൾ. ആ പ്രവാചകന്മാരൊക്കെ വാഖിഫൂന, അവർ നിൽക്കുന്നവരാണ്, അവരൊക്കെ നിൽക്കുകയാണ്. എവിടെ? ലദൈഹി, ഈ ഹബീബിന്റെ അടുത്ത് വന്ന് അവിടെ നിൽക്കുകയാണ്. ഇന്ദ ഹദ്ദിഹിമി, അവർക്കൊക്കെ ഒരു പരിധി ഉണ്ട്, ആ പരിധിക്കല്ല അവിടെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് നബിയോട് അടുത്തിട്ടില്ല. നബിയും ഇവരുമായിട്ടുള്ള അടുപ്പം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഹദ് ഉണ്ട്, അവിടെ വന്ന് നിൽക്കുന്നു. മിൻ നുഖ്തത്തിൽ ഇൽമി, ചിലർ നബി സല്ലല്ലാഹു ആ അടുപ്പം ഏതാണ്? മിൻ നുഖ്തത്തിൽ ഇൽമി, ചിലർക്ക് അറിവിന്റെ ഒരു കുത്താണ്, ഒരു പുള്ളി. ഔ മീൻ ശക്കിലത്തിൽ ഹിക്കമി, നബിതങ്ങളുടെ തത്വജ്ഞാനങ്ങളും ഇവരുടെ തത്വജ്ഞാനങ്ങളും കൂട്ടി നോക്കുമ്പോൾ അത് നബിതങ്ങളുടെ തത്വജ്ഞാനത്തിലെ ഒരു സ്വരചിഹ്നം മാത്രമാണ്. ഔ മീൻ ശക്കിലത്തിൽ ഹിക്കമി, ഒരു ഫത്ഹ് അല്ലെങ്കിൽ ഒരു കസർ, ഒരു ലൊമ്മ്. ഷക്കിൽ എന്ന് പറഞ്ഞാൽ അതാണ് ഹർക്കത്ത്, ഫത്ഹ് ലൊമ്മ് കസർ, അല്ലെങ്കിൽ ഒരു നുക്ത, ഒരു പുള്ളി എന്ന് പറഞ്ഞാൽ നബിയാകുന്ന അറിവിന്റെ ആ വലിയ പുസ്തകം, അതിൽ എത്ര പുള്ളികളും എത്ര അക്ഷരം. അപ്പൊ ഒരു അക്ഷരം, നബിയുടെ അറിവിൽ ഒരു അക്ഷരം പോലും ഇല്ലാന്നാ പറയുന്നത്. നബിയുടെ അറിവിലെ ഒരു പുള്ളിയാണ് മറ്റാളുകളുടെ അറിവ്, ഒരു പുള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തത്വജ്ഞാനത്തിന്റെ ഒരു ഫത്ഹോ കസറോ ദമ്മോ ആണ് മറ്റുള്ളവര്. എത്ര നല്ല ഭംഗിയുള്ള അവതരണം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വെറുതെയാണോ അള്ളാഹുവിന്റെ റസൂൽ ഇത്രമാത്രം അനുമോദിച്ചത് ഇമാം ബൂസീരിയെ? ആ ഇമാം ബൂസീരിയെ പറഞ്ഞ ഈ സദസ്സ് ഹായിബാകുമോ? ഇത് സംഘടിപ്പിച്ചവർ ഹായിബാകുമോ? അതെ, ആത്മാർത്ഥമായി പറയട്ടെ, ഈ പാപികളായ സമുദായത്തിൽ സാധുക്കളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇമാം ബൂസീരിയോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പഠിച്ചവരെ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബർ, ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനും അതിന്റെ ശേഷം അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ ഖബർ ഒന്ന് സന്ദർശിക്കാനുമുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. എന്താണ് ഇമാം ബൂസീരിയുടെ കഴിവ്? എല്ലാ അമ്പിയാക്കളുടെയും അറിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു പരിധി ഉണ്ട്. ആ പരിധിക്ക് വന്ന് ഇങ്ങനെ നിൽക്കുക. അത് ചിലർക്കൊരു കുത്തേ കിട്ടിയിട്ടുള്ളൂ. ആ കുത്ത് അത് തന്നെ പലർക്കും പല ഹദ്ദിലാണ്, എല്ലാവർക്കും ഒരേ ഹദ്ദിലല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിക്മത്തും ഇവരുടെ ഹിക്മത്തും കൂടെ നോക്കുമ്പോൾ, നബി തങ്ങളുടെ തന്ത്രവും ഇവരുടെ തന്ത്രവും, നബി തങ്ങളുടെ യുക്തിയും ഇവരുടെ യുക്തിയും തമ്മിൽ മാറ്റുരതുമ്പോൾ അവിടെ നബി തങ്ങളുടെ തന്ത്ര യുക്തികളിൽ നിന്ന് ഇവരുടേത് ഒരു ഫത്ഹോ കസറോ ദമ്മോ ഒക്കെയാണ്. അല്ലാഹുവേ, ഇമാം ബൂസീരിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എന്നിട്ട് വീണ്ടും പറയുന്നു, ഫഹുവല്ലദീ തമ്മമഅനാഹു വസൂറതുഹു സുമ്മ സ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. ഇന്നലെ പറഞ്ഞു ഹബീബ്, ഹബീബ് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവല്ലദീ തമ്മമഅനാഹു, ആ നബിതങ്ങൾ അല്ലദീ ഒരു മഹാനാണ്, തമ്മമഅനാഹു വസൂറതുഹു അവിടുത്തെ ആന്തരികവും അതുപോലെ തന്നെ അവിടുത്തെ ബാഹ്യവും സമ്പൂർണനാണ്. എന്ത്? നബിതങ്ങള് സൽഗുണ സമ്പൂർണനാണ്. ഫഹുവല്ലദീ തമ്മമഅനാഹു വസൂറതുഹു, നബിതങ്ങളുടെ ഉള്ളും പുറവും സമ്പൂർണനാണ്. പുറത്തേക്കാണ് നോക്കിയാൽ, ബോഡി നോക്കിയാൽ എവിടെയെങ്കിലും ഒരു കുഴപ്പം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിനൊക്കെ നബിതങ്ങളുടെ ഓരോ അവയവത്തിന്റെയും ഭംഗിയൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴേ തമ്മമഅനാഹു വസൂറതുഹു എന്നൊക്കെ തിരിയുള്ളൂ, അത്രേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ ഈ കേവലം 9 ദിവസം കൊണ്ട് നമുക്കിത് എവിടെ എത്തിക്കാൻ കഴിയും? ഇനി എത്ര വരികൾ കിടക്കുന്നു വെറുതെയിൽ. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട വരികൾ മാത്രം ഇങ്ങനെ ടച്ച് ചെയ്തു പോകാം, അതിന്റെ ആശയങ്ങൾ മാത്രം പറയാം. നബി അകവും പുറവും പൂർണ്ണനാണ്, ആന്തരികമായും ബാഹ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞു നിൽക്കുന്നു. സുമ്മസ്തഫാഹു ഹബീബൻ, അങ്ങനെ നിറഞ്ഞു നിന്ന ഒരുപാട് പൂർണ്ണ വ്യക്തിത്വങ്ങളുണ്ട്, അമ്പിയാക്കളൊക്കെ അതിൽപ്പെട്ടതാ. പിന്നെ നബിതങ്ങളാണല്ലോ തെരഞ്ഞെടുത്തു ഹബീബൻ, തന്റെ മിത്രമായി തെരഞ്ഞെടുത്തു. ബാരിഉൻ നസമി, ആര്? കോടാനക്കോടി മനുഷ്യലോകത്തിന്റെ സ്രഷ്ടാവ്. നസം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ എന്നാണ് അർത്ഥം. ബാരിഉൻ നസമി, ഖാലിഖുൻ നസമി. നസമത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തി, നസം വ്യക്തികൾ. അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹു കോടാനക്കോടി മനുഷ്യരെ സൃഷ്ടിച്ചവരാണ്.
ആ കൂട്ടത്തിൽ നബി ഒരു ഹബീബിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണിതൊക്കെ? കോടാനക്കോടി മനുഷ്യരാദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ അക്കൂട്ടത്തിൽ അള്ളാഹ്ക്കൊരു ഹബീബ് ഉണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. കോടാനക്കോടി മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബ് തന്റെ സ്വന്തം മിത്രമാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഖലീലിനേക്കാൾ പവറുണ്ട് ഹബീബിന്, ഖലീലിനേക്കാൾ പവറുണ്ട് ഹബീബിന്. മലയാളത്തിൽ മിത്രമെന്നും കൂട്ടുകാരനെന്നും ചങ്ങാതി എന്നും ഒക്കെ അർത്ഥം പറഞ്ഞാലും അറബിയിൽ വരുമ്പം ഹബീബിന് വല്ലാത്ത പവറുണ്ട്. സ്നേഹം രണ്ടു ഭാഗത്തു നിന്നും ഭദ്രമാകുമ്പോഴേ അങ്ങനെ പറയാവൂ. അങ്ങനെ ഹബീബിനെ കുറിച്ചും നമുക്ക് കുറെ പറയാനുണ്ടായിരുന്നു. ഹബീബ് എന്ന ഒരൊറ്റ വാക്കിൽ ഒരുപാട് വിശദീകരണം തരേണ്ടതായിരുന്നു. നബിതങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു, നാം നബിതങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുന്നു. അപ്പോഴാണ് ഹബീബാവുക. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവൻ, സ്നേഹിക്കപ്പെടുന്നവൻ രണ്ടും ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മളെ നബി നന്നായി സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് നബിതങ്ങൾ കരുണക്കടലായിരുന്നു. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇവിടെ ഒക്കെ സംഭവങ്ങൾ പറയാനുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങളെങ്കിലും. ഈ സംഭവങ്ങൾ മുഴുവനും കൂടെ നമ്മൾ പറയുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ച് വരികൾ ഇങ്ങോട്ട് അർത്ഥം പറയട്ടെ. കഴിഞ്ഞെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ പറയാം. കാരണം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അള്ളാ ഇത് നമുക്ക് നാളെ തൊട്ടിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ സമയത്ത്, ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ അല്പം പറയാം. അതിന് ഇന്നത്തെ ഈ ഭാഗം നമുക്ക് തീർക്കണം. അപ്പൊ നബിതങ്ങൾ സമ്പൂർണനാണ്. നബിതങ്ങൾ അല്ലാഹു ഹബീബായി തെരഞ്ഞെടുത്തു. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിബി. നബിതങ്ങൾ പരിശുദ്ധനാണ്. അൻ ശരീകിൻ ഫീ മഹാസിനിഹി, നബിതങ്ങളുടെ സൽഗുണങ്ങളിൽ നബിതങ്ങൾക്കൊരു കൂട്ടുകാരനില്ല, വേറൊരാൾ നബിതങ്ങളെ പോലെ പറയാനില്ല. അതിനെ തൊട്ട് നബി പരിശുദ്ധനാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി, നബിതങ്ങളിൽ സൗന്ദര്യമാകുന്ന രത്നം ഗൈറു മുൻഖസിബി, ഒരിക്കൽ അത് അവിഭാജ്യമാണ്, അതൊരിക്കലും വീതിക്കാൻ കഴിയില്ല, വീതിക്കാൻ കഴിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ സൗന്ദര്യമെടുത്ത് ഇത് നബിതങ്ങളുടെ, വേറെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ സൗന്ദര്യമെടുത്ത് ഇതിന്റെ പകുതിയാണ് നബിയുടെ സൗന്ദര്യം, ഇതിന്റെ കാൽ ഭാഗമാണ് നബിയുടെ സൗന്ദര്യം എന്ന് പറയാൻ കഴിയൂല. നബിതങ്ങളുടെ സൗന്ദര്യം അത് സമ്പൂർണമാണ്, വീതിക്കപ്പെടാൻ കഴിയില്ല. അത് ഇതാണ് കേട്ടോ യഥാർത്ഥത്തിൽ നബിതങ്ങളുടെ സൗന്ദര്യം. ശരിക്കങ്ങ് പറഞ്ഞു, ഗുണം ശരിക്കങ്ങ് പറഞ്ഞു. എല്ലാ ഗുണങ്ങളിലും ഇനി ഒരു ഗുണം എന്ന് വെക്കണ്ട. നീതി, നന്മ, ഗുണകാംക്ഷ, വിനയം, നേതൃത്വം, അല്ല ഒരു നല്ല ഭർത്താവ്, നല്ല ഒരു വ്യാപാരി, നല്ല ഒരു പ്രബോധകൻ, നല്ല ഒരു നേതാവ്, നിങ്ങൾ എന്തു പറഞ്ഞാലും അവിടെയൊക്കെ നബിതങ്ങൾ സമ്പൂർണനാണ്. അതിന് നബിതങ്ങളുടെ ഈ മേഖലകളിലുള്ള ചരിത്രങ്ങളൊക്കെ ചെറിയ ഒരെത്തിനോട്ടം തന്നെയെങ്കിലും നടത്തിയെങ്കിലേ മനസ്സിലാവൂ. എന്നിട്ട് ഇമാം ബൂസരി ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ സമ്പൂർണനായ വ്യക്തിയെക്കുറിച്ച് നിനക്ക് എത്രയും പറയാം, പക്ഷേ ഒരു കാര്യം പറയട്ടെ, ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നീ അതിരുവിടരുത്. നബിതങ്ങളെ മദ്ഹ് ചെയ്യുന്നതിനും ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനുമൊക്കെ പരിധിയുണ്ടെന്ന് പറയുന്നവരില്ലേ, അവരോട് പറയാനുള്ള ബൈത്താണിത്. ഇതാ മോനെ പരിധി പഠിച്ചോ. നീ എന്ത് ചെയ്യണം? നീ ഒഴിവാക്കിക്കോ. നസാറാക്കളുടെ വാദം നീ ഒഴിവാക്കിക്കാളാം. നസാറാക്കൾ വാദിച്ചതിലെ വാദമുണ്ട് ഫീ നബിയിഹിം, അവരുടെ നബിയിൽ ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ്. വഖാലത്തിൻ നസാറ ഈസ ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ. മറിയം മറ്റൊരു ഇലാഹാൻ, ഈസ മറ്റൊരു ഇലാഹാൻ. അങ്ങനെ പുത്രനാണെന്നും അല്ല, വേറെ 3 ഇലാഹുകളാണ് അള്ളയും മറിയമും ഈസയും എന്ന് പറഞ്ഞവരും അവതാരമാണെന്ന് പറഞ്ഞവരും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവത്തിന്റെ ഭാഗം, ദൈവികത ഇരിക്കുന്നുണ്ട് ഇതിന് എന്ന് പറയുന്നത് ഉലൂഹിയത്ത് ആരോപിക്കുക, അതൊരിക്കലും നീ ചെയ്യരുത്. നസാറാക്കൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് ഇലാഹാണെന്ന് പറയരുത്, അള്ളാഹിന്റെ മകനാണെന്ന് പറയരുത്, അതുപോലെ അള്ളാഹുവിന്റെ അവതാരമാണെന്ന് പറയരുത്. ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ കരുതുക. അതാണ് മാറ്റിയത്. ഇതാണ് പരിധി പഠിപ്പിച്ചു.
നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ കോൽക്ക് ഭയങ്കര പരിധിയാണ്. അല്പം ഒന്ന് റസൂലുള്ളാഹിനെ മദഹ് ചെയ്യുമ്പോഴേ പാടില്ല അതല്ല, ഇലാഹാണെന്ന് പറയുമ്പോഴേ കുഴപ്പമാവുള്ളൂ. അതുവരെ നീ പറഞ്ഞോ. എന്നിട്ട് പറഞ്ഞെന്താ? നസാറാക്കളുടെ വാദം നീ ഒഴിവാക്കിക്കാളാ, അവരുടെ നബിയെപ്പറ്റി അവർ വാദിച്ച വാദം ഇലാഹാണെന്ന വാദം ഒഴിവാക്കിയിട്ട് വഹക്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമീൻ, നബിതങ്ങളിൽ നീ ഉദ്ദേശിച്ച മദ്ഹ് കൊണ്ട് വിധിച്ചോ, നീ ഉദ്ദേശിച്ച മദ്ഹ് പറഞ്ഞോ, നബിതങ്ങളെ കുറിച്ച് നീ എത്ര വലുതാക്കി പറയണമെങ്കിലും പറഞ്ഞോ. ഇനി അതല്ലാത്തത് നീ എന്തും പറഞ്ഞോ, ഒരു പരിധിയില്ല. പരിധി ഇതാണ്, ശിർക്കിലേക്ക് പോകുന്ന പരിധി, ശിർക്കിലേക്ക് എത്തുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാത്തതൊക്കെ നീ പറഞ്ഞോ വഹ്തകിമീ, അത് നീ യുക്തിപൂർവം കൈകാര്യം ചെയ്തോ. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ മദ്ഹ് ചെയ്തോ, വഹ്തകിമീ, ആ മദ്ഹ് ചെയ്യുന്നിടത്ത് നല്ല നല്ല ഹിക്മത്തുകൾ നീ ഉപയോഗിച്ചോ. മറ്റു ചിലർ അതിനർത്ഥം കൊടുത്തത് വഹ്തകിമീ എന്നതിന് വഹക്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി, നബിതങ്ങളെ നീ ഉദ്ദേശിച്ച മദ്ഹ് ചെയ്തോ വഹ്തകിമീ. അതാരെങ്കിലും വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവനോട് നന്നായി തർക്കിച്ചോ. വഹ്തകിമീൻ, അവനോട് നന്നായി തർക്കിച്ചോ, അവനോട് വാദപ്രതിവാദങ്ങൾ നടത്തിക്കോ, ന്യായമായി നിനക്ക് തർക്കിക്കാം. അങ്ങനെയാണ് ചിലർ ഇമാം ബുസീരിയുടെ ഈ വരിക്ക് അർത്ഥം കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനെ മദ്ഹ് പറയാൻ വെറുപ്പുള്ളവരെ നമ്മൾ ഭൂമിലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജന്തുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് ജന്തു എന്ന പ്രയോഗം നടത്തിയത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. കാരണം ഹബീബിനോട് അല്പമെങ്കിലും സ്നേഹത്തിന്റെ കണിക നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇമാം ബൂസീരിയെ കേട്ട നിങ്ങൾ, ഖുർആൻ പഠിച്ച നിങ്ങൾ, ഹദീസ് പഠിച്ച നിങ്ങൾ, ഒരുപാട് കാലമായി പ്രവാചക പ്രേമത്തിന്റെ പ്രസംഗങ്ങളും ഗീതങ്ങളും ഒക്കെ കേട്ട നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തില് നീ വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യോജിക്കുന്ന ഗുണം പറഞ്ഞോ. അങ്ങനെയും വഹ്തകിമീ എന്ന് പറഞ്ഞതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. നബി തങ്ങളോട് ഫിറ്റായ ഗുണം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞോ. മോശപ്പെട്ടത് പറയരുത്. മോശപ്പെട്ടത് പറഞ്ഞവരെയൊക്കെ അല്ലാഹു പാഠം പഠിപ്പിച്ച അനുഭവമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഉദ്ദേശിച്ച പവറുകളൊക്കെ റസൂലുള്ളാഹിയുടെ റാത്തിലേക്ക് നീ ചേർത്തി പറഞ്ഞോ, നബിയിലേക്ക് നീ ചേർത്തി പറഞ്ഞോ. വൻസുബീല ഖദരിഹി, നബി തങ്ങളുടെ പവറിലേക്ക് നീ കൂട്ടി പറഞ്ഞോ. നീ ഉദ്ദേശിച്ച മഹത്വങ്ങളൊക്കെ നബി തങ്ങളുടെ പവറിലേക്ക് നീ കൂട്ടിക്കോ. നബി തങ്ങളുടെ ഖദർ നീ പരമാവധി പൊക്കിക്കോ. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ പറഞ്ഞു ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പേന വെച്ച് കീഴടങ്ങുകയാണ്, നാക്കു വെച്ച് കീഴടങ്ങുകയാണ്. ഇമാം ബുസീരി പറയുന്നു, കേട്ടോ, നീ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, നിനക്ക് എത്രയും പറയാമെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പവറും കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ശ്രേഷ്ഠത ഇല്ല. ലൈസ ലഹു ഹദ്, അതിന് പരിധിയില്ല. ലൈസ ലഹു ഹദ്, അതിന് പരിധിയില്ല. അതുകൊണ്ട് അങ്ങനെ പരിധിയുണ്ടെങ്കിൽ നാക്കുകൊണ്ട് വായുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾക്ക് അത് ആവിഷ്കരിക്കാൻ കഴിയുമായിരുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പേന കൊണ്ട് എഴുതി തീർക്കാൻ കഴിയുമായിരുന്നു. കഴിയില്ല. പേനകൾ ഇവിടെ പരാജയപ്പെടും, മഷികൾ വറ്റിപ്പോകും, അതാ നാക്കുകൾ അശക്തമായി പോകും. അതാണ് കേട്ടോ സത്യം. അതുകൊണ്ട് നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാറ് ഒരിക്കലും കരുതണ്ട. നബിതങ്ങൾക്ക് വലിയ വലിയ മുഅ്ജിസത്തുകളൊക്കെ ഉണ്ട്. ആ മുഅ്ജിസത്തുകളെ കുറിച്ച് പിന്നെ മഹാനവകൾ പറയുന്നു, ലൗനാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമാ. ഞാൻ മനസ്സിലാക്കിയത് ഇമാം ബുഖാരി പറയാൻ, റസൂലുള്ളാഹിന്റെ കൈയിന്റെ ഇടയിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ഖമറിനെ പിളർത്തിയിട്ടുണ്ട്, സൂര്യനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഹബീബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ആ മുഅ്ജിസത്തുകളൊന്നും നബിയുടെ മഹത്വത്തോട് യോജിച്ചിട്ടില്ല. ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തോട് യോജിച്ചു എന്നുണ്ടോ? അതിലും വലിയത് സംഭവിക്കണം നബി തങ്ങൾക്ക്. അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. തനിക്ക് സംഭവിച്ച ആ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും
ആ അത്ഭുത സിദ്ധികൾ നബി തങ്ങളുടെ ഖദറിനോട് സമാനമായിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ മുഅ്ജിസത്ത് നബി തങ്ങളോട് യോജിച്ചു എന്ന് പറയണമെങ്കിൽ അഹിയസ്മുഹു ഹീന യുദ്ആ ദാരിസർരിമമീൻ, അഹിയസ്മുഹു നബി തങ്ങളുടെ പേര് ജീവിപ്പിക്കണം, ഹീന യുദ്ആ ആ പേര് വിളിക്കപ്പെടുമ്പോൾ ദാരിസർരിമമീൻ മുരുമ്പിപ്പോയ എല്ലുകളെ. ഇതേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യോജിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് ഉണ്ടാകേണ്ടിയിരുന്നു. എന്ത്? ഒരാൾ മരിച്ചെടുക്കണോടത്ത് ചെന്നു, കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ്, നുരുമ്പിപ്പോയ അസ്ഥിക്കൂടം, അല്ലെങ്കിൽ ഒരു 2 മാസം മുമ്പ് മരിച്ചത്, 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് മരിച്ചത്, ഏതുമാകാം, നുരുമ്പി തീർന്ന അസ്ഥിക്കൂടത്തോട് നീ ചെന്നിട്ട് പറയാൻ ഖും ബിഹഖ്ഖി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിയിട്ടാ ഞാൻ പറയുന്നത്, എഴുന്നേൽക്ക് അവിടുന്ന് എന്ന് പറഞ്ഞാൽ ആ ആൾ ഇങ്ങോട്ട് എഴുന്നേൽക്കണം. അങ്ങനെ കാണണില്ലല്ലോ. നബി തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് മരിച്ച ഒരാൾ ഹയാത്തായി കണ്ടിട്ടില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ അതേ നബി തങ്ങളുടെ ഖദറിനോട് യോജിക്കുള്ളൂ. ഇത് പറയുമ്പോൾ നമുക്ക് ചെറിയ സംശയം വരും. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജയിപ്പിച്ചിരുന്നു. ആ മുഅ്ജിസത്ത് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുഅ്ജിസത്ത് ഉണ്ടായാൽ അത്ര വലിയ വലുപ്പമാണെങ്കിൽ ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം നബിയേക്കാൾ വളരണ്ടേ? ഇല്ല, അത് രണ്ടാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ നേരിട്ട് ഹയാത്താക്കാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കഴിയും. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, അതല്ല വിഷയം. എന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ നബിയുടെ അക്കൗണ്ട് എഴുന്നേൽക്കടാന്ന് പറഞ്ഞാൽ ആളുടെ എഴുന്നേൽക്കണം. അങ്ങനെ ഈസാ നബിയുടേതും ഇല്ലല്ലോ. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ കഴിയുമോ? അല്ലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ തെറ്റിപ്പോകാത്ത ആ കൂട്ടുകാർക്ക് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യഥാർത്ഥ ഉമ്മത്തിന് തന്നെ സാധിക്കുമോ? ഈസാ നബിയുടെ ഹക്ക് കൊണ്ട് എഴുന്നേൽക്കടാന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ചരിത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് മഹാന്മാർ അതിന് മറുപടി പറഞ്ഞത്. ഈ പറഞ്ഞത് നമ്മളും നിങ്ങളും ഒക്കെ ചെന്നിട്ട് ദാ ഹബീബിന്റെ വർക്കത്തുകൊണ്ട് അവിടുന്ന് എഴുന്നേൽക്ക്, ഈ ഹബീബിന്റെ പേരാണ് പറഞ്ഞാൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കണം, ജീവൻ ഉണ്ടാവണം. അപ്പോഴേ നബി തങ്ങളുടെ മുഅ്ജിസത്ത് നബിന്റെ സ്ഥാനത്തോട് യോജിച്ചു എന്ന് പറയാൻ കഴിയൂ. എന്നിട്ട് പിന്നെയും ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി നബി തങ്ങളെ കുറിച്ച് പാടുകയാണ്. ലം യംതഹിന്നാ ബിമാ തഴിയൽ ഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതദു വലം നഹിമീ. ലം യംതഹിന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരീക്ഷിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. ബിമാ തഴിയൽ ഖൂലു ബിഹി, ബിമാ ഒരു അധ്യാപനം കൊണ്ട് തഴിയൽ ഖൂലു ബിഹി, അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ അശക്തമായി പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധികളെ കുഴക്കുന്ന തരത്തിലുള്ള സങ്കീർണമായ അധ്യാപനങ്ങൾ ഹബീബ് നമുക്ക് നൽകിയിട്ടില്ല. ലം യംതഹിന്നാ ബിമാ തഴിയൽ ഖൂലു ബിഹി. നബി തങ്ങൾ പറഞ്ഞതേ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നില്ല. ഏത് മന്ദബുദ്ധിക്കും തിരിയുന്ന രൂപത്തിൽ ലളിതമായ ശൈലിയിലാണ് ഹബീബ് വിഷയം അവതരിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, എന്നെ അല്ലാഹു പറഞ്ഞയച്ചത് മുഅല്ലിമൻ മുയസ്സിറ, എളുപ്പത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണ്. അല്ലാതെ എന്തല്ല, ലാ മുഅന്നിതൻ, പ്രയാസപ്പെടുത്തുന്ന അധ്യാപകനായിട്ടല്ല. കുട്ടികളോട് വളരെ ഗൗരവസ്വരത്തിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട സാമീയങ്ങൾക്ക്, തന്റെ ശ്രോതാക്കൾക്ക് തിരിയാത്ത ഭാഷയിൽ വളച്ച് കെട്ടി സങ്കീർണതയുടെ ലോകത്ത് വിഷയം അവതരിപ്പിക്കാനല്ല എന്നെ വിട്ടത്. നേരാംവണ്ണം ഉള്ളതുപോലെ സരളമായി സരസമായി പറഞ്ഞു തരാനാണ് എന്നെ അല്ലാഹു നിയോഗിച്ചത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത് ബൈത്താക്കിയതാണ് മഹാനവറുകൾ. ലം യംതഹിന്നാ ബിമാ തഅയ്യൽ ഖൂലു ബിഹി, മനസ്സുകളെ കുഴക്കുന്ന തരത്തിലുള്ള അധ്യാപനങ്ങളെ കൊണ്ട് റസൂലുള്ളാഹി നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് ഹിർസൻ അലീന, അതെന്തേ? നബിതങ്ങൾക്ക് നമ്മളോടുള്ള പ്രതിബദ്ധിയാണ്, നമ്മളോടുള്ള താല്പര്യം കൊണ്ടാ. ഹരീസുൻ അലൈക്കും എന്നല്ല നമ്മൾ പറഞ്ഞു. നബിതങ്ങൾക്ക് നിങ്ങളോട് വല്ലാത്ത അത്യാഗ്രഹമാണ്. നിങ്ങൾക്ക് വേഗം തിരിയണം എന്നാ നബിതങ്ങളുടെ അടുത്തുള്ളത്, നിങ്ങൾ കുഴങ്ങരുതെന്നാ നബിതങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ നിങ്ങളോട് പെരുമാറണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. ഹിർസൻ അലൈന. എന്താ നിങ്ങൾ ഇതിനൊക്കെ എത്ര ഉദാഹരണം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യകുലത്തിൽ നിന്നായി എന്നതാണ് അതിന്റെ പ്രധാന കാരണം. അതോടൊപ്പം ഒരു അസാധാരണ മനുഷ്യരും കൂടെയായി. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇൽമു പഠിക്കാൻ പോയി. ഞങ്ങൾ കുറേ ദിവസം 2 ആഴ്ചയോളം പിന്നിട്ടു ഇൽമു പഠനം. റസൂലുള്ളാഹിന്റെ ദർസിൽ ഓതി പഠിക്കാൻ പോയതാണ്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയി വാ,
എന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് പഠിച്ചത് കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കും. നബി തങ്ങൾ പറയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, നബി എന്ന് പോകണോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരേ? അബൂ സുലൈമാൻ പറയുന്നു, ഞങ്ങളൊക്കെ സമപ്രായക്കാരായ ചെറുപ്പക്കാരാണ്, ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം തിരിച്ചറിയുകയാണ്. നബിതങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം തിരിച്ചറിയുകയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നുള്ള പ്രവാചകൻ. അതിന്റെ താല്പര്യം എന്താ? നിങ്ങളുടെ താല്പര്യമറിയുന്ന, നിങ്ങളുടെ വികാരമറിയുന്ന, നിങ്ങളുടെ വിചാരമറിയുന്ന, നിങ്ങളുടെ ചാബല്യങ്ങൾ അറിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലെങ്കിൽ ഇതറിയൂലായിരുന്നു, അറിയാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല പോകണം. എന്നിട്ട് നിങ്ങൾ ഇമാം എന്ന് നിസ്കരിക്കും, കുടുംബത്തിന് ഞാൻ നിസ്കാരം പഠിപ്പിച്ചു തന്നപോലെ അവിടെ പോയി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും, എന്നിട്ട് പോവാന്ന് പറഞ്ഞു. എന്തേ കാരണം? ഭാര്യയായിട്ട് ബന്ധപ്പെടാഞ്ഞാലുള്ള വിഷമം എന്താന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വന്തം അറിയാം. കാരണം നബി തങ്ങൾ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ആ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുകയാണ്. നേരെ മറിച്ച് അല്ലാഹു പറഞ്ഞയച്ചിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആയിരുന്നുവെങ്കിൽ, ഒരു കൊല്ലം നിങ്ങൾ ഭാര്യയെ കണ്ടില്ലെങ്കിലും ഈ പെണ്ണുങ്ങളി മുട്ടുള്ളടുത്തൊന്ന് പോരണോന്ന് ചോദിക്കൂല. ഇങ്ങനെയുള്ള ചില മാലാക്കന്മാർ മുതലാളിമാരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിമാരുടെ വിചാരങ്ങൾ അറിയാത്ത, എത്രയായാലും ലീവ് കൊടുക്കാത്ത ചില ആളുകൾ, മാലാക്ക സ്റ്റൈലിൽ നിൽക്കുന്ന മുതലാളിമാർ. അവർക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ കുടുംബത്തിൽ വരണം, പോകണം. പക്ഷേ പലപ്പോഴും തൊഴിലാളിമാർക്ക് 2 കൊല്ലം കൂടുമ്പോൾ ഒരു ലീവ് അനുവദിക്കാൻ പ്രയാസമുള്ളവർ. ജിബ്രീൽ അലൈഹി ഇസ്ലാമാണെങ്കിൽ, കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു ബന്ധം അറിയൂല. എന്താ ഭാര്യയായിട്ട് ബന്ധപ്പെടാനാലുള്ള വിഷമം ജിബ്രീലിന് അറിയൂല. അതുകൊണ്ടാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയും അനുകമ്പയുണ്ടാകാനുണ്ടായ കാരണം അതാണ് മഹാന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ കണ്ടറിഞ്ഞ് നമ്മുടെ മനസ്സിനൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയരുന്നു. ഇതാണ് നിങ്ങളോട് അങ്ങേയറ്റത്തെ പ്രതിപത്തിയാണ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഫലം നിർത്തബു വലം നഹിദി, നബി തങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടി വരുന്നില്ല, നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. വലം നഹിദി, നമ്മൾ ആശയക്കുഴപ്പത്തിലായി പോകുന്നില്ല. വേഗം തിരിയുന്നു. റസൂലുള്ള പറയുന്നു, ഉൾക്കൊള്ളാൻ പറ്റുന്നതേ നബി പറയുന്നുള്ളൂ. ആശയത്തിലും എല്ലാ നിലക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സഹാബത്ത് പറഞ്ഞു ഇങ്ങനെ. അതുപോലെ വേറൊരു യുദ്ധത്തിന് പോയിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് യുദ്ധത്തിന്റെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ട് പിറ്റേന്ന് യുദ്ധം നടക്കണം. അപ്പോൾ അവർ നബി തങ്ങൾ പറഞ്ഞു, ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട്, കാരണം നാളെ യുദ്ധം കഴിഞ്ഞ് ആരൊക്കെ തിരിച്ചു പോകാന്ന് പറയാൻ പറ്റൂല, നിങ്ങളൊന്ന് പോയിട്ട് ഭാര്യമാരെയൊക്കെ സന്തോഷിപ്പിച്ച് കുട്ടികളെയൊക്കെ കണ്ട് അവർ കുടുംബത്തോടൊപ്പം ജീവിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോവാ. അപ്പൊ സഹാബത്ത് ചോദിച്ചത്ര, നബിയെ ഇപ്പൊ വേണോ? നാളെ യുദ്ധം കഴിഞ്ഞിട്ട് തൗഫീഖുള്ളവനെ പോയാൽ പോരെ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കുന്നുണ്ട്, നിങ്ങൾ പോകണം. പിന്നെ പോകണ്ട, നബിയെ കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചാൽ അതൊരു ഫോർമാലിറ്റിക്കുള്ള ചോദ്യം ചോദിച്ചതാ. ഫോർമാലിറ്റിക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചെറുപ്പക്കാർ. നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വന്ന പിറ്റേന്ന് തന്നെ വാപ്പ മകനോട് കല്യാണം കഴിക്കല്ലോ ചോദിച്ചു. ആണെന്നറിയില്ലല്ലോ, അതെന്തായാലും പറയില്ല, സ്വാഭാവികമാണ്. ഒരു മോനോട് വാപ്പ ഗൾഫിൽ നിന്ന് വന്ന് പിറ്റേന്ന് തന്നെ മോനോട് പറഞ്ഞു, മോനെ കുറഞ്ഞ ലീവല്ലേ ഉള്ളൂ, നമ്മൾ പെട്ടെന്നൊരു കല്യാണം ഉണ്ടാക്കുക. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെ വേഗമൊന്നും വേണ്ട വാപ്പി, ഒരാഴ്ച കഴിഞ്ഞോട്ടെ. അതാണ് യഥാർത്ഥത്തിൽ ഫോർമാലിറ്റിയുടെ സംസാരം എന്ന് പറഞ്ഞാൽ. ആ വെറുതെ ഒന്നാളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്ന, എനിക്ക് ആ വിഷയത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ്. അതേ രൂപത്തിൽ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ടറിയുന്നു. അപ്പൊ ജനങ്ങളുടെ താല്പര്യം എന്താണ് എന്നറിയുകയും ആ താല്പര്യത്തിനനുസരിച്ച് അവർ വളരണം, ആ താല്പര്യത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുകയും അവർക്ക് അതൊക്കെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് റസൂലുള്ളാഹി. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതുകൊണ്ട് നബി തങ്ങൾക്ക് നമ്മളോട് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ളത് കൊണ്ടാ. ഇനി ബഹുമാനപ്പെട്ടവർ പറയുന്നു, അടിയൽ വറാഫഹുമു മഅനാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദ് അടിയൽ ലറാ അയ്യൽ വറാഫഹുമു മഅനാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി. ഇല്ല, നബി തങ്ങൾ എന്ന സത്തയെ മനസ്സിലാക്കുന്നതിൽ എല്ലാ സൃഷ്ടികളും വിഷമിച്ചിരിക്കുന്നു. അഴിയൽ വറ, സൃഷ്ടികളെ മുഴുവൻ കുഴക്കിയിരിക്കുന്നു. ഫഹുമു മഅനാഹു, നബിയുടെ സത്ത മനസ്സിലാക്കുന്നത് ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി, ദൂരത്തോ അടുത്തോ കാണപ്പെടുന്നില്ല. ഫീഹി, നബി തങ്ങളുടെ കാര്യത്തിൽ ഗൈറു മുൻഫഹിമി,
അശക്തനായി നാക്കടക്കുന്നവനെയല്ലാതെ കാണുന്നില്ല. നബി തങ്ങളെ മദ്ഹ് ചെയ്യാൻ ശ്രമിച്ചവരൊക്കെ നാക്കടക്കി എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ അനുഭവമേ ഉള്ളൂ. അത് ഫിൽ ഖുർബി വൽ ബുഅദി, ദൂരത്തുനിന്നാണെങ്കിലും അടുത്തുനിന്നാണെങ്കിലും അടുത്തു നിന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തു നിന്ന് വീക്ഷിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരുണ്ട്. അവർക്കൊന്നും സാധ്യമല്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ബാഹ്യതലത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരുണ്ട്, അതുപോലെ തന്നെ ഉൾസാരവാദികളുണ്ട്. അടിയിലേക്ക് ചെന്ന് ഉള്ളിലേക്ക് ചെന്ന് ഉൾസാരങ്ങൾ പറയുന്ന മുസ്തസവ്വിഫിന്റെ പണ്ഡിതന്മാർ ഉൾസാരവാദികളുണ്ട്. അവര് അടുത്ത് നിന്ന് ആഴത്തിലേക്കാണ് റസൂലുള്ളാഹിനെ നോക്കുന്നത്, കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ബാഹ്യവാദികളുണ്ട്, അവർ കുറെ ദൂരെ നിന്ന് ഹബീബിന്റെ പുറംഭാഗം മാത്രമാണ്, അപ്പൊ അവർക്ക് പുറംഭാഗം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുറമെ നോക്കിയാൽ പുറവും ഉൾക്കൊള്ളാൻ കഴിയൂല, ഉള്ളു കത്തി നോക്കിയാൽ ഉള്ളും ഫുള്ളു കിട്ടൂല. ഇതാണ് ഹബീബ്. അടുത്തും ദൂരെ നിന്നും നാക്കടക്കുന്നവരെയല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 നേതാക്കന്മാരുടെ പേര് തയ്യാറാക്കിയ മൈക്കിൾ എച്ച് ഹാർട്ട്, അദ്ദേഹം എന്ത് ചെയ്തു? മൈക്കിൾ എച്ച് ഹാർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ലോകത്തെ സ്വാധീനിച്ച 100 നേതാക്കന്മാരെ കണ്ടെത്തിയിട്ട് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കും ഏറ്റവും മുന്നിലിട്ടപ്പോ നമ്പർ 1 ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. എന്നാൽ ഇദ്ദേഹത്തിന് ഇപ്പൊ നബിനെ ഫുൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ കോളത്തിൽ 1-ാം സ്ഥാനത്ത് കൊണ്ടുവന്നത് എന്താണ്? നബി തങ്ങള് എന്താണ് ഹബീബ്, എന്താണ് അവിടുന്ന് കൊണ്ടുവന്ന ആശയമെന്നോ മനസ്സിലാക്കിയിട്ടല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് പ്രാകൃത മതവിശ്വാസികളായ അറബികളെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഏകദൈവ വിശ്വാസത്തിലേക്ക് പരിവർത്തിപ്പിച്ച ഒരു വലിയ നിപുണൻ എന്ന നിലക്കാണ് ഞാനിത് ഇദ്ദേഹത്തിന് 1-ാം സ്ഥാനത്ത് കൊണ്ടുവന്നത്. അപ്പൊ 100 ആളുകൾ എടുത്തിട്ട് അതിൽ 1-ാം സ്ഥാനത്ത് കൊണ്ടുവരാൻ ഇദ്ദേഹം അവതരിപ്പിച്ച കാരണം ഒറ്റ കാരണം. നബി തങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമൂഹത്തെ പരിവർത്തിപ്പിച്ചതിലുള്ള പങ്കാണ് അദ്ദേഹത്തെ നബി തങ്ങളെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്. കാർലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടത് നാട്യങ്ങളില്ലാതെ ലളിതമായും സത്യസന്ധമായും ജീവിക്കുന്ന ഒരു നേതാവെന്ന നിലക്കാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ചിലർക്ക് ഹബീബ് യുദ്ധതന്ത്രജ്ഞനാണ്, ചിലർക്ക് ഹബീബ് സമർത്ഥനായ നേതാവാണ്, ചിലർക്ക് ഹബീബ് നിസ്തുലനായ നിയമജ്ഞനാണ്, ചിലർക്ക് ഹബീബ് സാമൂഹ്യ പരിഷ്കർത്താവാണ്, ചിലർക്ക് ഹബീബ് ഒരു നല്ല ഭർത്താവാണ്, ചിലർക്ക് ഹബീബ് ഒരു നല്ല പിതാവാണ്, ചിലർക്ക് ഹബീബ് നല്ല ഒരു കൂട്ടുകാരനാണ്, ചിലർക്ക് ഹബീബ് കുട്ടികളുടെ പ്രവാചകനാണ്, ചിലർക്ക് ഹബീബ് വൃദ്ധരുടെ പ്രവാചകനാണ്, ചിലർക്ക് ഹബീബ് വിധവകളുടെ പ്രവാചകനാണ്, ചിലർക്ക് ഹബീബ് ദരിദ്രരുടെ പ്രവാചകനാണ്. ഇങ്ങനെ നീളുകയാണ്. ഹബീബിനെ മുഴുവൻ മനസ്സിലാക്കാൻ ലോകത്തൊരു കുട്ടിക്കും കഴിഞ്ഞിട്ടില്ല. ഏതുപോലെ കശംസി തദ്ഹറുലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകില്ലു തർഫ മിൻ അമമി. കശംസി അവിടുന്ന് സൂര്യനെ പോലെയാണ്. തദ്ഹറുലിൽ ഐനൈനി നമ്മുടെ 2 കണ്ണുകൾക്ക് നമ്മുടെ 2 കണ്ണുകളെ കൊണ്ട് സൂര്യനെ കാണുമ്പോൾ 2 കണ്ണുകൾക്ക് പ്രകടമാകുന്ന സൂര്യൻ നമ്മുടെ കൺമുമ്പിൽ പെടുന്ന സൂര്യനെ പോലെയാണ്. നിമ്പൊഴുതി ദൂരെ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചെറിയൊരു സാധനമാണ്, സൂര്യന്റെ വലിപ്പത്തിലെയാ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ അടുത്തു പോയിട്ടെങ്ങാനും സൂര്യനെ നോക്കിയാലോ ദൂരെ നിന്ന് കണ്ണുകൾക്ക് സൂര്യനെ കാണുന്നത് സഗീറതൻ വളരെ ചെറിയതായിട്ടാ കാണുന്നത് സൂര്യഗോളം. എങ്കിൽ വതുകില്ലു തർഫ കണ്ണിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാക്കി കളയും. കണ്ണിനെ തീർച്ചയായിട്ടും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തും. കണ്ണിന് താങ്ങാൻ കഴിയാത്തതായിരിക്കും സൂര്യൻ. മിൻ അമമി അടുത്തു നിന്ന് വീക്ഷിച്ചാൽ കണ്ണിന് താങ്ങാൻ കഴിയില്ല സൂര്യനെ. ഒന്നും വേണ്ട, പരമാവധി നമ്മളിലേക്ക് അടുത്തു വരുന്ന സമയമെന്ന് നിലക്ക് മധ്യാഹ്നത്തിന് നമുക്ക് നോക്കാൻ കഴിയുന്നില്ല സൂര്യനെ നേരെ നട്ടുച്ച സമയത്ത്. അത് തൊട്ടടുത്തേക്കാട് പോയാലോ സാങ്കല്പികമായി സംസാരിക്കുകയാണ്, കഴിയൂല. അപ്പൊ ഹബീബിനെ അടുത്തുനിന്ന് വീക്ഷിക്കാൻ ഒരുങ്ങിയാൽ തിരിയില്ല, ദൂരെ നിന്ന് വീക്ഷിക്കാൻ ഒരുങ്ങിയാലും തിരിയില്ല. എങ്ങനെ തിരിയാനാണ് ഈ ലോകത്ത്? അല്ലാഹു അല്ലാത്തവർക്ക് ഹബീബിനെ മനസ്സിലായിട്ടില്ല. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്നിട്ട് അവസാനം ഇതാ കീഴടങ്ങുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, പരമാവധി പറഞ്ഞാൽ അത് നല്ലൊരു വരിയാണ്. നമുക്കറിയാവുന്ന അറിവിന്റെ പരമാവധി പരമാവധി നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം നമുക്ക് അറിയുന്നതിന്റെ പരിധി എത്രയാണ്?
നമുക്കറിയുന്നത് പരമാവധി പറഞ്ഞാൽ ഫീഹി നബിതങ്ങളെ കുറിച്ച് അന്നഹു ബശറു, നബി ഒരു മനുഷ്യനാണ്, അത്രേ പറയാൻ കഴിയുള്ളൂ. നബിതങ്ങൾ ഇലാഹല്ല, മലക്കല്ല, നബി ഒരു മനുഷ്യനാണ്. എന്നാലോ അതിന്റെ ബാക്കി ഭാഗം എന്താ? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അവിടുന്ന് അല്ലാഹുവിന്റെ സൃഷ്ടികളിലെല്ലാവരിലും അത്യുത്തമനാണ്. മനുഷ്യനാണ്, പക്ഷേ തീർച്ചയായിട്ടും ഒരു അസാധാരണ മനുഷ്യനാണ് എന്നല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമനാണ്. മഹാനായ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബൈത്ത് രചിച്ച് പകുതി എത്തിയപ്പോൾ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു പോയി. കാരണം അദ്ദേഹം പാടിപ്പോയി. ഇത് ആശയം പറഞ്ഞിട്ട് തീരാഞ്ഞിട്ട് പരമാവധി പറഞ്ഞാൽ നബി ഒരു മനുഷ്യനാന്ന് പറയാ. പിന്നെ ഇതിനോട് ഒത്തൊരു ആശയം കിട്ടണമല്ലോ, ഇമാം ബുസീരിക്ക് കിട്ടാതെ വിഷമിച്ചു. ഇനി ഇതിനൊരു ബാക്കി ഭാഗം, ഒരു അരവരി പദ്യം കിട്ടാഞ്ഞിട്ട് ഇമാം ബുസീരി വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അന്ന് രാത്രി സ്വപ്നം കണ്ടു. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ബുസീരി ഒരു വിഷമം? ഒന്നുമില്ല നബിയെ, നിങ്ങളെപ്പറ്റി രചിക്കുന്ന കവിതയിൽ ഒരു വരി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, വിഷമിച്ച് നിൽക്കുക. റസൂലുള്ളാഹി ചോദിച്ചു, ആ വരി ഏതാ, പാട്. ഇതിനോട് ഫിറ്റായ ഒരാശയവും വേണം, പതും വേണം, സംഗതി ഭംഗിയാവും വേണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാ എഴുതിക്കോ, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബിതങ്ങളാണ് ആ അരവരി പദ്യം ഇമാം ബുസീരിക്ക് സ്വപ്നത്തിലൂടെ തീർച്ചു കൊടുത്തു. എഴുതിക്കോ, ഇതാണ് അവിടെ ഫിറ്റായ കാര്യം. ഏത്? അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റവും അത്യുത്തമരാണെന്ന് പറയാം. കാരണം അതിൽ പൂർണ്ണമായ ആശയം എത്ര സമ്പൂർണ്ണ നബിതങ്ങളാണ് പറഞ്ഞു കൊടുത്തു. അത് ഇമാം ബുസീരി ഇവിടെ മനസ്സിലാക്കി പിറ്റേന്നത് എഴുതി. ഇതുകൊണ്ടാണ് ഇമാം ബുസീരി ഈ ഓരോ വരിക്കും ചെല്ലാൻ വേണ്ടി ഒരു ജവാബും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെല്ലുന്ന മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. എന്റെ മൗലയായ റബ്ബേ, സ്വല്ലി, നീ സ്വലാത്ത് ചെല്ലണം, നീ ഗുണം ചെയ്യണം, നിന്റെ കരുണാകടാശം നീ നൽകണം. വസല്ലിമൻ, നീ അനുരക്ഷ നൽകുകയും വേണം. ആർക്ക്? മൗലായ സ്വല്ലി വസല്ലി മൻ ദായിമൻ അബദാ, ദായിമൻ എന്നും സ്വലാത്തും സലാമും ഏകണം. അബദ, കാലാകാലം നീ സ്വലാത്തും സലാമും ഏകനാല ഹബീബിക, നിന്റെ ഹബീബിന്റെ മേലില്. എന്നിട്ട് അവിടെ ഫിറ്റായ ഒരു ഭാഗം ഈ ഭാഗത്ത് നിന്ന് വെട്ടിയെടുത്തതാ. ഖൈറിൽ ഖൽഖി കുല്ലിഹിം, അതെന്നെ കൊടുത്തു റസൂലുള്ള തന്ന വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന ആ വാചകം വെട്ടിയിട്ട് ആണ് ജവാബിന്റെ സ്വലാത്ത് പൂർത്തീകരിക്കുന്നത്. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സുഹൃത്തുക്കളെ, പറയാൻ സമയമില്ല, ദാ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചു പോരുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ജന്മദിനത്തോടനുബന്ധിച്ച ചില അത്ഭുതങ്ങൾ പറയാം. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബി തങ്ങൾ എങ്ങനെയാണെന്നറിയോ? കസ്സഹിരി ഫീ തറഫി വൽ ബദരി ഫീ ശറഫി വൽ ബഹരി ഫീ കറമി വദ്ദഹരി ഫീ ഹിമമി. എത്ര നല്ല ഉപമാലങ്കാരങ്ങള്! ഈ ഉപമകളുടെ ചാരുത നുണഞ്ഞ് ഏതൊരു നാക്കാണിത് കൂടുതലും ചാരുത നുണഞ്ഞ് ഏതൊരു സഹൃദയനാണ്, അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഏതൊരു സഹൃദയനാണ് പല ആവർത്തി ഇത് ശരിക്കിങ്ങോട്ട് ആസ്വദിച്ച് പാടാൻ കഴിയാത്തത്. ഈ വരിക്ക് വല്ലാത്ത ആസ്വാദനമുണ്ട്. കസ്സഹരി ഫീ തറഫി, മിനുസം, നൈർമല്യം, ഓമനത്വത്തിന്റെ വിഷയത്തില് നബി തങ്ങളൊരു പൂ പോലെയാണ്. ഒരു പൂവിന്റെ റോസാപ്പൂ ഇങ്ങനെ തൊട്ടാൽ എന്തൊരു സുഖ, അതാണ് നബി തങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ തൊടുമ്പോൾ എന്തോ ഒരു മിനുസം. ആ പറഞ്ഞതൊക്കെ എത്ര ഭംഗിയുണ്ട്. കസ്സഹരി ഫീ തറഫി, നൈർമല്യത്തിൽ ഹബീബ് ഒരു പൂ പോലെയാണ്. വൽ ബദരി ഫീ ശറഫി, ഔന്നിത്യത്തിൽ സമ്പൂർണതയിൽ ലഭിതങ്ങൾ ബദർ പോലെയാണ്. പൂർണ്ണ പൗർണമി 14-ാം രാവിലെ പൂർണ്ണ അമ്പിളിമാമനെ പോലെയാണ്, പൂർണ്ണനാണ്, ഒരു വിഷയത്തിലും കുറവില്ല, വട്ടമൊത്ത് പൂർണ്ണമായി നിൽക്കുന്ന ഹബീബ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. വൽബഹരി ഫീ കറമി, ഔദാര്യത്തിൽ അവിടുന്ന് കടലമ്മയാണ്. വൽബഹരി ഫീ കറമി, കടലിൽ കോടാനക്കോടി മനുഷ്യരെ ഊട്ടാൻ തുടങ്ങിയിട്ട് കാലത്രയായി.
അവർ പുണ്ണാനുള്ള മത്സ്യങ്ങൾ കൊടുത്തിട്ട് ഇന്നുവരെ കടലമ്മ മടുത്തോ? കാലാകാലം കൊടുക്കുന്ന കടലിനെ പോലെ ഔദാര്യത്തിന് ധർമ്മത്തിന് ഉദാഹരണം പറയാൻ മറ്റൊരാളില്ല. വൽബഹിരി ഫീ കറമി, ഔദാര്യത്തിന്റെ വിഷയത്തിൽ റസൂലുള്ള കടലമ്മയാണ്. വദ്ദഹിരി ഫീ ഹിമമി, മനക്കരുത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് കാലമാണ്. എന്തു പ്രതിസന്ധി വന്നാലും ആരും പതറും. മനുഷ്യരോ മറ്റു ജന്തുക്കളോ ഏതെടുത്താലും പതറും. കല്ലോ മലയോ മരമോ ഏതും പതറും. ബിൽഡിങ്ങുകൾ പതറും. അതുകൊണ്ടല്ലേ ഭൂകമ്പം ഉണ്ടാകുമ്പം ബിൽഡിങ്ങുകൾ തകർന്നടിയുന്നു. അതുകൊണ്ടല്ലേ പേമാരി ഉണ്ടാകുമ്പം ബിൽഡിങ്ങുകൾക്ക് കുഴപ്പം പറ്റുന്നത്. അതുപോലെ വാഹനങ്ങൾ തകരുന്നത് എല്ലാമുണ്ട്. അതേ രൂപത്തിൽ ഒരു സുനാമി ഉണ്ടായാൽ, ഒരു കത്രീനയുണ്ടായാൽ എത്ര ദുരന്തങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടും. ആർക്കും പ്രതിസന്ധി ഘട്ടങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഭൂകമ്പങ്ങളൊക്കെ നടന്നിട്ടും ഈ കത്രീനകളൊക്കെ ഉണ്ടായിട്ടും ഈ സുനാമികളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ കേടുപറ്റാത്തൊരു സാധനമുണ്ട്. അതേതാ? കാലം, ദിവസം. പണ്ട് പറയുന്ന ഞായറും തിങ്കളും ചൊവ്വയും ബുധനും ഇന്ന് വരെ ഈ ദിവസങ്ങൾക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ദിവസങ്ങളിൽ നിന്ന് നിലനിൽക്കുക. അപ്പൊ കാലങ്ങൾക്ക് മാത്രമാണ് അതാ പ്രതിസന്ധികൾക്ക് കീഴടക്കാൻ കഴിയാത്തത് കാലം മാത്രമാണ്. അതുകൊണ്ട് മനക്കരുത്ത്, ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുന്ന മനക്കരുത്താണ് കാലത്തിന്. വദ്ദഹിരി ഫീഹി മമി, അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് മനക്കരുത്തിന്റെ വിഷയത്തിൽ കാലം പോലെയാണ്. എന്തു പ്രതിസന്ധികളെയും അള്ളാഹുവിന്റെ ഹബീബിന് തരണം ചെയ്യാൻ കഴിയും. ഇതാണ് മഹാകവി പറഞ്ഞിട്ടുള്ളത്. ഇനി അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സുഗന്ധത്തെക്കുറിച്ച് പറഞ്ഞ് അവിടുന്ന് ഉറങ്ങുന്ന മണ്ണിന്റെ സുഗന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം.